ഞാനുണ്ടല്ലോ ഒരു ദോശയാട്ടോ കാണിക്കുന്നത്. പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശ. ഇതൊരു കർണാടക ദോശയാട്ടോ, മുൾഭാഗ ദോശ എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റുള്ള ദോശയാണ്, നല്ല റെഡ് ചമ്മന്തിക്കും ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളൊരു ദോശ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് പച്ചരി വേണം, ഒരു 1/2 കപ്പ് ഉഴുന്നും പരിപ്പ് വേണം, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചൗവരി വേണം, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും, ഒരു 1/2 സ്പൂൺ മറ്റേ ഉലുവയും, പിന്നെ 1/2 കപ്പ് അവലും വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇതിൽ അവൽ ഒഴിച്ച് ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ ഒരു 6 മണിക്കൂറേക്കും കുതിർത്തി വെക്കും. അതിന് അവൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് മാത്രം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, അല്ലെങ്കിൽ അവൽ നല്ല ഇങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ ക്രിസ്പിനെസ് അങ്ങനെ കിട്ടില്ല. അപ്പോൾ അവൽ അരയ്ക്കാനുള്ള സമയത്ത് മാത്രം നമ്മൾ വെള്ളത്തിലിട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ നല്ല പോലെ അരച്ച് വയ്ക്കുക. നമ്മൾ സാധാരണ ദോശമാവ് ഉണ്ടാക്കില്ല അതുപോലെ അരച്ച് വയ്ക്കുക. പിന്നെ ഇതിലേക്കൊരു ചമ്മന്തി വേണം. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കടലപ്പരിപ്പ് വേണം, അല്ലെങ്കിൽ പൊട്ടുകടല, പിന്നെ വറ്റൽമുളക് വേണം, ഉള്ളി വേണം, തക്കാളി വേണം, പുളി വേണം, വെളുത്തുള്ളി വേണം. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചമ്മന്തി ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഈ സമയത്ത് നമുക്ക് കടലപ്പരിപ്പ് അല്ലെങ്കിൽ പൊട്ടുകടല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാം. ഒരു 2 സ്പൂണൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലപോലെ വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ വറ്റൽമുളക് നല്ല എരിവുള്ളതായിട്ട്, അപ്പോൾ ഇത്ര ഇട്ടാൽ മതി. അതിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളി ധാരാളം, നമുക്ക് എത്ര ചമ്മന്തി വേണോ അതിനനുസരിച്ച് നമുക്ക് ഉള്ളി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 5-10 ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 കാന്താരി മുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്പൈസി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചമ്മന്തി. പിന്നെ 2 വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി കൂടിയും ചേർക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴണ്ടി വരട്ടെ. തക്കാളിക്ക് നല്ലപോലെ വഴണ്ടി വന്നില്ലെങ്കിൽ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തക്കാളിക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. ചമ്മന്തിക്ക് കുറച്ചധികം വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കണം നല്ലതായിട്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ, അതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ പുളി ഉണ്ടല്ലോ, പുളിയും കൂടി ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടിയും ചേർക്കുന്നുണ്ട്. തക്കാളിയിൽ ഓൾറെഡി പുളിയുള്ള കാരണം ഞാൻ കുറച്ച് പുളിയെ ചേർക്കണുള്ളൂ. പിന്നെ ഉപ്പിട്ടിട്ട് നല്ലപോലെ വഴറ്റി നമുക്ക് അരച്ചെടുക്കാം. ഞാൻ അരയ്ക്കുന്ന വീഡിയോ ഒന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ വഴണ്ടി വരട്ടെ. അപ്പോൾ നല്ലപോലെ തക്കാളിയും എല്ലാം നല്ലപോലെ വരണ്ടി വരുമ്പോൾ നമുക്ക് തണുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇനി അരച്ചെടുക്കുക കാണിക്കുള്ളൂ. അപ്പോൾ ഇന്നപ്പോഴേക്കും നമ്മുടെ ദോശമാവ് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട്. നല്ല തണുപ്പായി കാണിട്ട്, അല്ലെങ്കിൽ നല്ലപോലെ പാത്രം നിറഞ്ഞ് വന്നതിന്, പക്ഷെ അത്യാവശ്യം നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് മാവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദോശയ്ക്കും ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കുന്നത് നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കടുകും വറ്റൽമുളകും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചൊഴിക്കാം. എന്നിട്ട് നമുക്ക് മാവ് പരത്തി തുടങ്ങാം കേട്ടോ. നല്ലത് കണ്ടില്ലേ, നമ്മളിങ്ങനെ പരത്തുമ്പോഴേക്കിനും കുത്തുകുത്ത് വരില്ലേ, നല്ല മാവ് ആകുമ്പോഴായിട്ട് ഇങ്ങനെ കുത്തുകുത്ത് വരാം. പിന്നെ അതിൻ്റെ ഔട്ടർ ലെയർ ഉണ്ട്, താഴത്തെ വശം അടിഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. ഈ കടലപ്പരിപ്പും ചാവരിയും അവലൊക്കെ ചേർക്കണ കാരണം അടിഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, മുകളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റി ദോശയാട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ സാധാരണ ദോശ പോലെ തന്നെ കുറച്ച് മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. മുകളിൽ നമ്മൾ കുറച്ച് ചമ്മന്തി പറ്റണു, പിന്നെ ഇതിൽ കടലപ്പരിപ്പൊന്നും നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ എടുക്കാറില്ലല്ലോ, അത്രയ്ക്കും മാറ്റം വരുന്നുള്ളൂ. പക്ഷേ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു കേട്ടോ, നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. അല്ലെങ്കിൽ നമുക്ക് മറിച്ചിട്ട് വേവിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിവശം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ്. നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മീതെ മറ്റേ സംഭവം ചേർക്കാം. നമ്മുടെ ചമ്മന്തി ഉണ്ടല്ലോ, ഈ ദോശ ഉണ്ടാക്കുന്നത് ധാരാളം എണ്ണയും നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. നല്ല നെയ്യിലൊക്കെ ഇട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് നെയ്യൊക്കെ ചേർക്കണുള്ളൂ. ഇതിൽ ഞാൻ അധികം നെയ്യൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മീതെ നമുക്ക് ആദ്യം നമ്മൾ ആ ചമ്മന്തി ഉണ്ടല്ലോ, നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി നല്ലൊരു ലെയറായിട്ട് തേച്ച് കൊടുക്കാം. കുറച്ചധികം കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ലെയറായിട്ട് വരട്ടെ. അതിൻ്റെ മീതെ നമ്മൾ പൊട്ടറ്റോ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് പൊട്ടറ്റോ മസാല ഉണ്ട്, നമ്മൾ സാധാരണ മസാല ദോശയുടെ ഇതുണ്ടാക്കില്ല. അപ്പോൾ ഞാനതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ, നമുക്ക് വീഡിയോയിൽ ലെങ്ത്ത് കൂടുള്ളൂ. അപ്പം നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് കടുകും പച്ചമുളകും മറ്റേ വറ്റൽമുളകും ഇട്ട് വഴട്ടെ, സവാള ഇട്ട് വഴട്ടാൻ വേവിച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അങ്ങനെ ഒരു ദോശ ഇവർ കടയിലാകുമ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാലുണ്ടല്ലോ, ഇത് ഈ പൊട്ടറ്റോക്ക് ഈ സ്റ്റേജിലാട്ടോ ഇങ്ങനെ മസാലയാക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ വേറെ സെപ്പറേറ്റ് ഒന്നും ആക്കില്ല. അപ്പോൾ അതുപോലെ ആക്കുന്നത് നമ്മുടെ ദോശയ്ക്കും കരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഈ റെസിപ്പി എനിക്ക് അങ്ങനെ കണ്ടേന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഒരു സെലിബ്രിറ്റിയുടെ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ട് അവരിങ്ങനെ മുൾഭാഗ ദോശ എന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയതാട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റി ദോശയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മസാലയ്ക്കും പറ്റിയിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ നമ്മൾ മസാല ദോശ ഉണ്ടാക്കില്ല അതുപോലെ. ഞാനപ്പോൾ ഈ മസാല കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ എടുത്ത്, നമ്മൾ സാധാരണ മസാല ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഏകദേശം തട്ടുദോശ പോലെ ആയിട്ട് ഈ ദോശ ഇരിക്കാം.
മസാല ദോശ പോലല്ല, കുറച്ച് കട്ടിയിൽ നമ്മുടെ തട്ട് ദോശ പോലത്തെ ദോശയാട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ ചാനലിലേക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ രണ്ടാമത്തെ ദോശ ഉണ്ടാക്കി നല്ലപോലെ നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം, കമൻറ്റ്സ് ഒക്കെ ഇടണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മൾ ചൂട് ദോശയുടെ മീതെ ഈ ചമ്മന്തിക്ക് ഇട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.